وبركاته. الحمد لله رب العالمين، والصلاة والسلام على النبي المصطفى وسيد الكونين المجتبى وعلى آله أهل الصدق والوفاء. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ആദിയൗവൽ മൈധരായി പാടച്ചു വെച്ച മുഹമ്മദാ, ബദറിലും ബാദറിലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. ചൊല്ലു അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ, ഇഷ്കറിയാതെ ചൊല്ലിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടുന്നിവർ ആശയായി. ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബാചാരമിൽ ചെന്നിടാൻ. അസ്സലാത്തു മഹ്ശറാ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്ന് ഉരത്തോരാണെൻ്റെ വാരിധി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയെ അലങ്കരിച്ചിരിക്കുന്ന പ്രിയ സുഹൃത്തും ഈ പ്രോഗ്രാമിൻ്റെ അമരക്കാരനായി നിലകൊള്ളുന്ന യാസർ ഫൈലി, സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, പ്രിയ നാട്ടുകാർ, വളരെ സന്തോഷകരമായ മീലാദുൻ നബിയുടെ ആഘോഷവേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു അടുത്ത വർഷവും നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു, ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, ലോകത്തിന്റെ ദീപമായി ജ്വലിച്ചു വന്ന മാർഗദീപ രേഖയായ മുഹമ്മദ് മുസ്തഫ, ലോക മുസ്ലിങ്ങളുടെയും ലോക മനുഷ്യരുടെയും സത്യത്തിന്റെയും നേർമാർഗത്തിന്റെയും രചതരേഖയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന അനുഗ്രഹീതമായ വേദിയിലാണ് നമ്മളുള്ളത്. കുട്ടികൾ പൂർണ്ണമായി നിശബ്ദരായിരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുക. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. നമ്മുടെ മഹലിൻ്റെ കീഴിലുള്ള പുതിയ ഒരു സംഭവത്തെ പരിചയപ്പെടുത്താനുണ്ട്. ചെറിയൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ആളുകൾക്ക് വേദിയിലേക്ക് വിളിച്ചുകൊണ്ട് ക്യാഷ് അവാർഡ് തരാനുണ്ട്.
എല്ലാം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന ഓർഡറുമുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും നിശബ്ദത പാലിച്ചുകൊണ്ട് ഈ സദസ്സിനെ മാനിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്ത് ബുദ്ധിയും ഹൃദയവുമുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനുഷ്യർ 2 വിഭാഗമാണ്. ചില ആളുകൾക്ക് ബുദ്ധിയുണ്ടാകും. ബുദ്ധിയുള്ള ആളുകളാണ് ലോകത്തെ ഭരിക്കുന്നത്. ലീഡർഷിപ്പിലേക്ക് കയറി വരുന്നത് ബുദ്ധിയുള്ള ആളുകളാണ്. ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണ്. ലോജിക്കലി ചിന്തിക്കാൻ, ക്രിറ്റിസിസം നടത്താൻ സാമർഥ്യം, ബിസിനസ് കഴിവ്, ലീഡർഷിപ്പ്, ഇങ്ങനെ പലതരം പ്രഭാഷണത്തിന്റെ കഴിവ്, ഇതൊക്കെ ബുദ്ധിയുടെ ലക്ഷണങ്ങളാണ്. ബുദ്ധിപരതയുടെ, ഇന്റലക്ച്വലിസത്തിന്റെ തെളിവുകളാണ്. ദുനിയാവിൽ ഭൗതികമായിട്ട് ബുദ്ധിയുള്ള ഒരാൾക്ക് വിജയിക്കുവാൻ സാധിക്കും. പലതരത്തിലുള്ള ബുദ്ധികളുണ്ട്. ചിലർക്ക് ലീഡർഷിപ്പിലായിരിക്കും, ചിലർക്ക് മറ്റു പല വിഷയങ്ങളിലായിരിക്കും, ബിസിനസ്സിലായിരിക്കും. ചില ആളുകൾക്ക് ക്രിറ്റിസിസം ചെയ്യാനായിരിക്കാം, ചിലർക്ക് നല്ല പ്രൊഫഷണലി ജോലി ചെയ്യാനായിരിക്കാം. എന്തായിരുന്നാലും ലോകത്ത് ബുദ്ധിയുള്ള ആളുകളുണ്ട്. അവർ നേതൃനിരയിലേക്ക് വരും, അവർ സമ്പത്തുണ്ടാക്കും, അവർ പ്രശസ്തരായി മാറും. എന്നാൽ ലോകത്ത് മറ്റൊരു വിഭാഗമുണ്ട്. അവരുടെ പേരാണ് ഹൃദയമുള്ള ആളുകൾ, ഖൽബിന്റെ ആളുകൾ. അഖലി എന്ന് പറയുന്ന വിഭാഗം. ആദ്യത്തെ വിഭാഗത്തിന് അഖലി എന്ന് പറയും. ഹൃദയപരതയുള്ള ആളുകളുടെ ലക്ഷണം, അവര് നിഷ്കളങ്കതയുള്ളവരായിരിക്കും, അവർ കാരുണ്യമുള്ളവരായിരിക്കും, അവർ വിശാലതയുള്ളവരായിരിക്കും, അവർ സത്യസന്ധതയുള്ളവരായിരിക്കും, അവർ ആത്മാർത്ഥതയുള്ളവരായിരിക്കും, അവർ ക്ഷമയുള്ളവരായിരിക്കും, അവർ അലിവും അൻപുമുള്ളവരായിരിക്കും. എന്നാൽ ചില മനുഷ്യരുണ്ട് ഇത് രണ്ടും കൂടെയുള്ളത്. ഒരു മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ബുദ്ധിയും ഹൃദയവും ഒരുമിച്ച് കൂടുമ്പോഴാണ്. ബുദ്ധിപരമായ കഴിവുകളും ഹൃദയപരമായ നൈർമല്യവും ശേഷിയും ഒരു മനുഷ്യന് വരുമ്പോൾ ഇൻസാനുൽ കാമിൽ എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയുമായി മാറും. കാരണം നബി തങ്ങൾ ബുദ്ധിയുടെ മാത്രം നേതാവല്ല, ഹൃദയത്തിന്റെ മാത്രം നേതാവല്ല, രണ്ടും കൂടെ സമ്മിശ്രയമായി സമന്വയിച്ച മനോഹരമായ ഒരു രൂപരേഖയാണ്. അള്ളാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ കഴിവുകൾ ലഭിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു നാടിനെ മുഴുവൻ നേതൃത്വത്തിലേക്ക് നേതൃപരമായ ഗുണത്തോടുകൂടെ ഒരുമിച്ച് കൊണ്ടുപോയ നേതാവാണ് ആരംഭ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളെ, വ്യത്യസ്ത ധാരകളിലുള്ള ആളുകളെ, വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളുകളെ, അബൂബക്കറിനെയും ഉമറിനെയും ഒരേ ധാരയിലൂടെ കൊണ്ടുപോകാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ സുഫിയാനെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും എല്ലാവരെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അപാരമായ ബുദ്ധിപരമായ സാമർത്ഥ്യത്തിന്റെ ഗുണലക്ഷണമാണ്. ഹൃദയം വേണം, അതോടൊപ്പം ബുദ്ധിപരമായ കഴിവ് കൂടെ വേണം. നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് തെളിച്ചം കൂടും, നിങ്ങളുടെ ബിസിനസ്സിന് വളർച്ചയുണ്ടാകും, നിങ്ങളുടെ നേതൃപരമായ കഴിവുകൾ വർദ്ധിച്ചു വരും, നിങ്ങളുടെ സകലവിധ ശേഷികളും വർദ്ധിച്ചു വരും. ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസാനത്ത് വർദ്ധിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്ക്, പഠനത്തിൽ പിന്നാക്കമുള്ള ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് തേനെടുത്തുകൊണ്ട് കുട്ടികളുടെ നാവിൽ ഫാത്തിഹ എഴുതി കൊടുത്താൽ മതി. അതിന്റെ ഒരു പ്രകടമായ ഒരു രൂപമാണ്. അതോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുദ്ധി മാത്രമല്ല, ബുദ്ധി കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബുദ്ധിക്ക് ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതമാകെ മാറി മറിയുകയാണ്. ഉമ്മയും ഉപ്പയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരികയാണ്. പലതരത്തിലും ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. പുതിയ കാലത്ത് കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മദ്യത്തേക്കാൾ അപകടകാരിയാണ് കഞ്ചാവ്. കാരണം അത് ഇടപെടുന്നത് ബുദ്ധിയെയാണ്. ന്യൂ ജനറേഷൻ സമൂഹം അവർ ഈ ബുദ്ധിയെ തകർത്ത് കളയുന്ന, തളർത്തിക്കളയുന്ന, അതിന് വക്രതകളും അതിന് പ്രശ്നങ്ങളും സംഭവിപ്പിക്കുന്ന കഞ്ചാവിന്റെ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് അവരിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു ഗുണത്തിന്റെ പ്രകടമായ വ്യതിയാനങ്ങളാണ്. ഒരു കാരണവശാലും ആ ഒരു
വിഷയത്തിൽ അഡിക്റ്റഡ് ആയ ഒരാൾക്ക് ബുദ്ധിപരമായ കഴിവുകൾ ഉണ്ടാവില്ല, അയാൾ തളർന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അപാരമായ ക്വാളിറ്റിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, ഇത് പെട്ടെന്ന് മറിഞ്ഞാലും മതി, കഞ്ചാവ് ഉപയോഗിക്കണമെന്നില്ല. കൂടെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെന്തോ ഒരു അസ്വസ്ഥത, ബുദ്ധിപരമായ ഒരു വിഷയം വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവന്റെ പ്രിയപ്പെട്ട ഉമ്മ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഇവൻ എന്തോ ടെൻഷനും അസുഖവുമായി കൊണ്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. അവന്റെ ഉമ്മയുണ്ട്, അവന്റെ ചാരത്തുനിന്നുകൊണ്ട് കരയുന്നു. എൻ്റെ പൊന്നുമോൻ എന്താ പറ്റിയതെന്ന് പറഞ്ഞ് കരയുകയാണ്. ആ സമയത്ത് പിന്നീട് വീട്ടിലെത്തിയിട്ട് ഞാൻ കേൾക്കുന്നത്, ഈ മകൻ, ഈ വിദ്യാർത്ഥി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, വിദ്യാർത്ഥി സ്വന്തം ഉമ്മയെ കഴുത്തറുത്തുകൊണ്ട് കൊന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി, കാണാൻ പോലും സമ്മതിച്ചില്ല. സ്വന്തം ഉമ്മയെ ഒരു മനുഷ്യൻ ക്രൂരമായി കൊല ചെയ്യണമെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ കേൾക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബുദ്ധിപരമായ ചില പ്രശ്നങ്ങൾ അയാൾക്ക് സംഭവിക്കുന്നതാണ്. മനോഹരമായ ഒരു പ്രഭാഷകന്റെ വാക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഈ ഉമ്മ ഒരിക്കലും തിരിച്ചറിയുന്നില്ല തൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് തൻ്റെ ഘാതകനാണ് എന്ന്. മുലയൂട്ടുന്ന സമയത്ത് തൻ്റെ ഘാതകനാണ് പാല് കൊടുക്കുന്നതെന്ന് ഉമ്മ തിരിച്ചറിയുന്നില്ല. പിഞ്ചിളം പല്ല് കാണിച്ചുകൊണ്ട് ഉമ്മയെ നോക്കി ചിരിക്കുമ്പോൾ ഉമ്മ തിരിച്ചറിയുന്നില്ല തൻ്റെ ഘാതകൻ തന്നെ നോക്കി പല്ലിടിക്കുകയാണെന്ന്. മുട്ടയിഴഞ്ഞ് നടക്കുമ്പോഴും അവനെ വാരിപ്പുണരുമ്പോഴും അവനെ സ്കൂളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോഴും രാപ്പകലുകളിൽ മകന്റെ അസുഖത്തിന് വേണ്ടി കൂടെ ഉറക്കമൊഴിക്കുമ്പോഴും ഉമ്മ തിരിച്ചറിയുന്നില്ല നാളെ എന്നെ കൊല്ലാൻ പോകുന്നവനാണ് ഞാൻ കൂട്ടിരിക്കുന്നത് എന്ന്. വേദനയോടുകൂടെ നമ്മൾ ഞെട്ടിക്കുന്ന പല കൊലപാതകങ്ങളിലും വിദ്യാർത്ഥികളിൽ മക്കൾ ഉമ്മയെ കൊന്ന അമ്മയെ കൊന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ബുദ്ധിപരമായ എന്തോ വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ്. കഞ്ചാവിൻ്റെയും അതുപോലെ ലഹരിയുടെയും അഡിക്ഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥിയുടെ ബ്രെയിനിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ബുദ്ധിപരമായ വൈഭവങ്ങളും വൈപുല്യങ്ങളും വികാസങ്ങളും വരണമെങ്കിൽ ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കണം. ആ പ്രണയത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ലോകത്തിന്റെ അത്ഭുതകരമായ പ്രതിഭാശാലികളായ തത്വചിന്തകന്മാരായ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ മികവിന്റെ നേട്ടത്തിന്റെ കഥകളുടെ പിന്നിൽ അവർ പറയുന്നു, ഹുബ്ബുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച് റസൂലുള്ളാഹിനെ തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ബറക്കത്തിനാൽ പ്രകാശിതമാവാൻ തുടങ്ങും. രണ്ട് ലോകവും വികസിക്കാൻ തുടങ്ങും. പ്രവാചകനെ ഒന്ന് പ്രണയത്തോടെ സ്പർശിച്ചാൽ അവന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ പുരോഗതിയുടെ പ്രവർത്തനങ്ങളുടെ വലിയ ഒരു നേട്ടങ്ങൾ തന്നെ വരാൻ സാധിക്കും. പ്രഭാഷണ കലയിൽ ഉന്നതമായ കേരളത്തിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയമായി പറയുന്നത് സ്വലാത്താണ്. രാഷ്ട്രീയ മേഖലകളിലും സാമൂഹിക മേഖലകളിലും ഉയരാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി കൊണ്ട്, കാരണമായി കൊണ്ട് അദ്ദേഹം പറയുന്നത് സ്വലാത്താണ്. സ്വലാത്ത് എന്നാൽ പ്രവാചകാനുരാഗത്തിന്റെ ബഹിർഗമനമാണ്, ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന പ്രവാചക സ്നേഹമാണ്. ബുദ്ധിയുടെ കൂട്ടുകാരനാണ്, ബുദ്ധിയുടെ നേതാവാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി വേണോ, പഠനത്തിൽ ഉഷാറ് വേണോ, പഠിക്കാൻ പോരസ്താതെ അവന് മാർക്കില്ല, പഠിക്കുമ്പോൾ പ്രശ്നം വരികയാണ്, നിങ്ങൾ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവന് ടൈം കൊടുത്തു നോക്കൂ, അദ്ദേഹം നാവിൽ പുരട്ടി നോക്കൂ. സ്വലാത്ത് ചൊല്ലാൻ കുട്ടികളോട് പറയൂ. പരീക്ഷയുടെ മുമ്പ് കുട്ടികളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കൂ. പരീക്ഷയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തത് മുതൽ എല്ലാ ദിവസവും 100 സ്വലാത്ത് ആരംഭ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കുട്ടികളെ കൊണ്ട് നിങ്ങൾ പരിശീലിപ്പിക്കൂ. വലിയ മാറ്റങ്ങളുണ്ടാവും. സദസ്സിൽ വീട്ടാമ്പറയുടെ പ്രസിഡന്റ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ അബുട്ടിക്ക അതുപോലെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി ജുമാ മസ്ജിദിൻ്റെ ഔദ്യോഗികമായ മഹല്ല് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് കയ്യിൽ മൊബൈൽ ഫോണുള്ള ആളുകൾ ഈ സദസ്സിൽ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുമ്പോൾ ജുമാ മസ്ജിദ് തോട്ടക്കര എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, അതിൽ ഉത്തരം എഴുതണം. ചോദ്യം ചോദിക്കാൻ പോവാണ്, അത് റെഡിയാണോ? കയ്യിൽ മൊബൈൽ ഫോണുള്ള ആളുകൾ
എടുത്തോളൂ. മഹല്ല് ഗ്രൂപ്പിൽ അംഗമാവൽ നമ്മുടെ ബാധ്യതയാണ്. എന്നാലേ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പ് എടുത്തോളൂ. ജുമാ മസ്ജിദ് എന്ന ഗ്രൂപ്പ് എടുത്തിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യമായിട്ട് എഴുതുന്ന ആൾ വേദിയിലേക്ക് വരും. ആദ്യമായി ശരിയുത്തരം എഴുതുന്ന ആൾ. കുറേ ആളുകൾ എഴുതും, ഒരാൾ ഫസ്റ്റ് മുകളിൽ വരുന്ന ആളെ നമ്മൾ സെലക്ട് ചെയ്യും. ചോദ്യം ഇതാണ്, ഫാസ്റ്റായിട്ട് എഴുതുന്ന ആൾക്കാർ കൂട്ടാവും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു ശക്തിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ പേരെന്താണ്? മഹല്ല് ഗ്രൂപ്പ് ഞാൻ ഓണാണ്. ഈ സ്പോട്ട് ക്വിസിൽ ഉത്തരം അറിയണം, അതോടൊപ്പം വേഗതയും വേണം. മഹല്ല് ഗ്രൂപ്പ് ഓണാക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം എഴുതിയിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയിരിക്കുന്നത് ജാസ്മിൻ. മൊബൈൽ നമ്പർ 99 46 65 52 38. റനീഫ് എഴുതിയിട്ടുണ്ട്. സെക്കൻഡായിട്ട് മുഹമ്മദ് മുസ്തഫ എന്ന് ഷാഹിൻ ഒറ്റപ്പാലം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ വിരലിന് വേഗത കൂടിയത് ആർക്കാണ്? ഈ പറയുന്ന ലാസ്റ്റ് 238 എന്ന നമ്പറിനാണ്. ആരാണ് ആള്? വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ഇവിടെ തന്നെ ഉണ്ടാവും. ആ കുട്ടീനെ വിട്ടാൽ മതി, ഇവിടെ നിന്നാൽ മതി. ഹബീബിൻ്റെ സദസ്സിൽ നമുക്ക് ചെറിയൊരു സമ്മാനം കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ വേദിയുടെ മുമ്പിലേക്ക് വരിക. ആ നമ്പർ എഴുതിയാൽ ആരാ? അപ്പോൾ ഇനി കുട്ടികൾ നിശബ്ദരായിരുന്നോട് ഇങ്ങനെ പൈസ വരും. മേത്ത് പൈസൻ്റെ മരമുണ്ട്, ഇതിങ്ങനെ പൊളിഞ്ഞു വരും, എവിടുന്നാന്നറിയില്ല. അപ്പോൾ എന്തേലും നിശബ്ദരായിരുന്നോളൂ. അപ്പോൾ ചോദ്യങ്ങൾ വരും, അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും. അടുത്ത ചോദ്യം അപ്പം തന്നെ